ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം നോക്കാം. 2 ദിവസം മുന്നേ, അതായത് ഡിസംബർ 16 നടന്ന റഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ റൗണ്ടിൽ നടന്നൊരു ഗെയിമാണിത്. വൈറ്റ് പീസുകൾ എടുത്തിരിക്കുന്നത് ഡാനി ഡുബോവും ബ്ലാക്ക് എടുത്തിരിക്കുന്നത് സെർജി കറിയാക്കിൻ. രണ്ടുപേരും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ്. കറിയാക്കിൻ നമുക്കറിയാം, മുന്നേ മാഗ്നസ് കാൾസനുമായി വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിച്ച പ്ലെയറാണ്. എന്നാൽ ഇവിടെ ഡുബോ എങ്ങനെയാണ് കറിയാക്കിനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി വൈറ്റ് E4 കളിക്കുന്നു, ബ്ലാക്ക് E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. നമുക്കറിയാം ഇത് ഇറ്റാലിയൻ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് C5 കളിക്കുന്നു, ഗീവ്കോ പിയാനോ. ഇവിടെ വൈറ്റ് കളിക്കുന്നത് മെയിൻ മൂവായ C3. അപ്പോൾ നൈറ്റ് F6. ഇത്രയും നീക്കങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഒരു ഓപ്പണിംഗ് തിയറി ഗീവ്കോ പിയാനോ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇതൊക്കെ ഈ മൂവ് ഓർഡറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ടുള്ള ഒരു മൂവാണ് പോൺ D4. ഡുബോ കളിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ മെയിൻ മൂവായ പോൺ ടെക്സ് പോൺ ആണ് കറിയാക്കിൻ കളിക്കുന്നത്. ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ് ഡുബോ നടത്തുന്നത്. സാധാരണ പോൺ ടെക്സ് പോൺ ആണ് മെയിൻ മൂവ്. അതിന് പകരം പോൺ ടു B4 അറ്റാക്കിംഗ് ബിഷപ്പ്. ഇത് വളരെ റെയറായി മാത്രം കളിച്ചിട്ടുള്ള ഒരു മൂവ് ഓർഡറാണ്. കൂടുതൽ ഗെയിംസൊന്നും നമുക്ക് ഈ ഒരു മൂവ് ഓർഡറിൽ കാണില്ല. അപ്പോൾ ബിഷപ്പ് B6 റിട്രീറ്റ് ചെയ്യുന്നു. ഉടനെ പോൺ E5 അറ്റാക്കിംഗ് നൈറ്റ്, നൈറ്റ് E4 മാറുന്നു. വേറെ പ്രത്യേകിച്ച് നല്ല കളങ്ങളൊന്നും നൈറ്റിന് പോകാനില്ല. ഇവിടെയാണ് ഡുബോവ് ഒരു ഫോഴ്സ്ഡ് നൈറ്റ് എക്സ്ചേഞ്ച് നടത്തുന്നത്. അതായത് ആദ്യമായി ബിഷപ്പ് D5 കളിക്കുന്നു, അറ്റാക്കിംഗ് നൈറ്റ്. ഈ ഒരു നൈറ്റിന് ഇനി പ്രത്യേകിച്ച് നല്ല കളങ്ങളൊന്നും ഇല്ല പോകാൻ. എവിടെ പോയാലും പോണ് കൊണ്ട് വെട്ടിയെടുക്കാം. ഈ ഒരു സ്ക്വയറും നൈറ്റും ബിഷപ്പും കവേർഡാണ്. അതുകൊണ്ട് തന്നെ ആകെയുള്ള നല്ലൊരു മൂവ് നൈറ്റ് ടെക്സ് പോൺ. അപ്പോൾ നൈറ്റ് ടെക്സ് നൈറ്റ്, പോൺ ടെക്സ് നൈറ്റ്. ഈ ഒരു എക്സ്ചേഞ്ചുകൾ നടന്നപ്പോൾ നമുക്ക് നോക്കാം പീസുകളുടെ എത്ര പീസുകൾ എക്സ്ചേഞ്ച് ആയിട്ട് നോക്കാം. നൈറ്റ് വൈറ്റിന് 2 പീസുകൾ, 2 പോണുകൾ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. എന്നാൽ നമുക്ക് നോക്കാം ഒരു ഇനീഷ്യേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. ആദ്യമായി ബിഷപ്പ് G5 അറ്റാക്കിംഗ് ക്വീൻ. ക്വീനിനെ മാറ്റാൻ നിവൃത്തിയില്ല, ഇവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ആകെ ഉള്ളൊരു മൂവാണ് നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യൽ, നൈറ്റ് ടു E7. അപ്പോൾ ഇവിടെ നമുക്കാണ് ഈ ഒരു നൈറ്റ് ഇപ്പോൾ പിൻഡാണ്. നൈറ്റിനെ ഇനി മാറ്റാൻ പറ്റില്ല, ക്വീനിനെ വെട്ടിമാറ്റും. അതുകൊണ്ട് തന്നെ വൈറ്റ് ആദ്യമായി കാസ്ലിംഗ് നടത്തുന്നു. ഇവിടെ കറിയാക്കിൻ ചെയ്യുന്നത് ആദ്യമായി H6 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് ആ ഒരു പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ H4 മാറുന്നത്. ഇപ്പോഴും ആ ഒരു പിൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ G5 കളിച്ച് ബിഷപ്പിനെ ഒന്നുകൂടി അറ്റാക്ക് ചെയ്യാം. ബട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിങ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വീക്കാവും. കാസ്ലിംഗ് നടത്താൻ വളരെ പ്രയാസമായിരിക്കും കിങ് സൈഡിൽ. അപ്പോൾ ആദ്യമായി ആ ഒരു പോൺ പുഷ് ചെയ്യാതെ കറിയാക്കിൻ കാസ്ലിംഗ് നടത്തുകയാണ്. ഈ സമയത്ത് വൈറ്റ് തൻ്റെ റൂക്കിനെ E1 കളിക്കുന്നു, സെൻട്രൽ ഫയൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇനി ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിൻ എങ്ങനെയെങ്കിലും മാറ്റണം. അതിനുവേണ്ടി ആദ്യമായി ക്വീൻ E8 കളിക്കുന്നു, പിന്നിൽ നിന്ന് മാറുന്നു. പിൻ ചെയ്തിരിക്കുന്ന നൈറ്റിനെ ഇനി ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിമാറ്റാം. അതുകൊണ്ട് തന്നെ ആദ്യമായി ബിഷപ്പ് B3 മാറുന്നു. ഇനി ബ്ലാക്കിന് എങ്ങനെയെങ്കിലും ഡെവലപ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ നമുക്കറിയാം ബ്ലാക്കിൻ്റെ പീസുകളൊക്കെ ആകെ ക്രാംഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബ്ലാക്കിന് ഡെവലപ്മെൻറ്റ് നടത്തണം. അതിനായി
സാധാരണയായിട്ടുള്ള മൂവ്സ് ഈ ഒരു പോണിനെ മൂവ് ചെയ്യലാണ്. പോണിനെ മൂവ് ചെയ്ത് ബിഷപ്പിനെ പിന്നീട് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് അതൊന്നും കാര്യമായി നടക്കില്ല. കാരണം പോണിനെ മൂവ് ചെയ്താൽ ഉടൻ തന്നെ പോണിനെ വെട്ടിമാറ്റിക്കൊണ്ട് ഈ ഒരു നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യും. നമുക്കറിയാം വീണ്ടും റൂക്ക് ഉപയോഗിച്ച് നൈറ്റ് പിൻഡാണ്, മാറ്റാൻ പറ്റില്ല. അങ്ങനെ നൈറ്റ് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റിനുള്ള സ്കോപ്പില്ല. അതുകൊണ്ട് കറിയാക്കിൻ ശ്രമിക്കുന്നത് ഫ്ലാങ്ക് വഴി അറ്റാക്ക് ചെയ്യാനാണ്, വിങ് അറ്റാക്ക്. ആദ്യമായി പോൺ A5, പിന്നീട് ഈ ഒരു റൂക്കിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിനുണ്ട്. എന്നാൽ വൈറ്റ് ഇവിടെ വളരെ വിചിത്രമായ ഒരു മൂവാണ് കളിക്കുന്നത്. ഈ ഒരു അറ്റാക്ക് അവഗണിച്ചുകൊണ്ട് വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് F6. ഈ ഒരു പോണിനെ അറ്റാക്കുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പിനെ നമുക്ക് തോന്നാം സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണെന്ന്. എന്നാൽ ബിഷപ്പിനെ വെട്ടിമാറ്റുന്നത് വളരെ പ്രയാസകരമാണ്. കാരണം പോൺ ടെക്സ് ബിഷപ്പ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോൺ ടെക്സ് പോൺ കളിക്കാൻ പറ്റും. അപ്പോൾ എന്തായി, ഈ ഒരു നൈറ്റ് വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നൈറ്റിനെ മാറ്റാൻ പറ്റില്ല. നൈറ്റിനെ മാറ്റിയാൽ റൂക്ക് ടെക്സ് ക്വീൻ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മൂവിൽ പോൺ ടെക്സ് നൈറ്റും കളിക്കാം, അതേപോലെ റൂക്കിനെ ആ പോൺ ഉപയോഗിച്ച് അറ്റാക്കും ചെയ്യാം. പിന്നെ അതേപോലെ ഈ കിങ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വീക്കാവും, പോൺ നഷ്ടപ്പെട്ടത് കാരണം. അതുകൊണ്ട് തന്നെ കറിയാക്കിന് പോൺ ടേക്സ് ബിഷപ്പ് സാധ്യമല്ല, നല്ല മൂവല്ല അത്. അപ്പോൾ ഇവിടെ കറിയാക്കിൻ കളിക്കുന്നത് പോൺ ടു A4. ഈ ഒരു ഫ്ലാങ്കിലേക്കൂടെ പോണിനെ പുഷ് ചെയ്ത് മുന്നോട്ട് നിൽക്കുകയാണ്. അതേപോലെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പോൺ ടെക്സ് പോൺ അല്ല കളിക്കുന്നത്, പോണിനെ മുന്നോട്ട്. പിന്നീട് എൻ ഗെയിമിൽ ഈ ഒരു പോണിലേക്ക് വെട്ടിമാറ്റി കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഈ പോണിനെ അവസാന നിമിഷത്തിൽ വേണമെങ്കിൽ ക്വീനാക്കി മാറ്റാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു പോണിനെ മുന്നോട്ട് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ബിഷപ്പ് ടു C4. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ ടു D5. ക്ഷമിക്കണം, പോൺ ടു D5 അല്ല. ഈ ഒരു സമയത്ത് വൈറ്റ് കളിക്കുന്നത് ആദ്യമായി നൈറ്റ് G6. നൈറ്റ് G6 കളിച്ചപ്പോൾ ക്വീൻ D3യിലേക്ക് വരുന്നു. ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു, അതേപോലെ ക്വീനിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെയാണ് ബ്ലാക്ക് പോൺ ടു D4 കളിക്കുന്നത്, അറ്റാക്കിംഗ് ബിഷപ്പ്. അപ്പോൾ നമുക്കറിയാം എൻ പാസിൻ്റെ റൂൾ ഉപയോഗിച്ച് വൈറ്റ് ഇവിടെ പോണിനെ ഇങ്ങനെ വെട്ടിമാറ്റുന്നു. എൻ പാസിൻ്റെ റൂൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക നീക്കമുണ്ട്. അതായത് കളിച്ച ഉടനെ, രണ്ട് നീക്കം നടത്തിയ ഉടനെ വൈറ്റിന് വേണമെങ്കിൽ ഇങ്ങനെ വെട്ടിമാറ്റാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ക്വീൻ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. റൂക്ക് ക്വീനിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നീക്കം നടത്താൻ തന്നെ കാരണം ബ്ലാക്കിന് എങ്ങനെയെങ്കിലും തൻ്റെ ബിഷപ്പിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ പോണിനെ മൂവ് ചെയ്തത്. അപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു മൂവാണ് ഡുബോവ് കളിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡുബോവ് ഇവിടെ കളിക്കുന്നത് കുറച്ച് സമയം അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തു ഈ ഒരു ഗെയിം, ഈ ഒരു മൂവ് നടത്താൻ വേണ്ടി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഗെയിം വൈറ്റിൻ്റെ പൊസിഷൻ നല്ലതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതേപോലെ ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ ഒരു മൂവ് ഓർഡർ തിരഞ്ഞെടുത്തത്. എന്നാൽ വളരെ കറക്റ്റ് കാൽക്കുലേറ്റഡ് മൂവ് ഓർഡർ വഴി അദ്ദേഹം ഈ ഒരു ഗെയിം വിജയിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം ആ ഒരു മൂവ്. ക്വീൻ ടേക്സ്
നൈറ്റ്, ക്വീൻ സാക്രിഫൈസ്, ക്വീനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ പോൺ ടേക്സ് ക്വീൻ. അപ്പോൾ ബിഷപ്പ് ടേക്സ്, ബിഷപ്പല്ല, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നമ്മൾ ഓർക്കുക. ഏറ്റവും നല്ലത് പിൻ ചെയ്യുന്ന വിധത്തിൽ മൂവ് ചെയ്യുന്നതാണ്. റൂക്ക് ടേക്സ് ബിഷപ്പ്. അപ്പോൾ നമുക്കറിയാം ഇനി ഈ ഒരു റൂക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ ഡിസ്കവേർഡ് ചെക്ക് വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്കി ക്വീനെയും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്വീൻ F7 ആണ് കരയാക്കിൻ കളിക്കുന്നത്. ക്വീൻ C6 ആയിരുന്നു കുറച്ചുകൂടി നല്ല മൂവ്. എന്നാലും ആ ഒരു മൂവ് ഓർഡറിൽ പിന്നീട് നമുക്ക് ആ ഒരു വേരിയേഷൻ അനലൈസ് ചെയ്താൽ കാണാം അവസാനം ഒരു പോൺ വൈറ്റിന് കൂടുതലായി ഉണ്ടാവും. അതിനുശേഷം എൻഡ് ഗെയിമിൽ വൈറ്റിന് നേരിയ മുൻതൂക്കത്തോടെ വിജയിക്കാൻ സാധിക്കും. എന്നാലും ആ ഒരു വേരിയേഷനിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ ഒരു വേരിയേഷനിൽ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കരയാക്കിൻ തൻ്റെ ക്വീനെ നഷ്ടപ്പെടുത്താതെ ക്വീൻ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും വിജയിക്കാമെന്ന് കരുതിക്കൊണ്ടാണ് ആ മൂവ് ഓർഡറിലേക്ക് പോവാതെ ക്വീൻ ടു F7 കളിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ബിഷപ്പിൻ്റെ ഒരേ ലൈനിലാണ് ഇപ്പോൾ ക്വീനും കിങ്ങും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ നിലനിർത്തിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും റൂക്കിനെ മാറ്റിക്കൊണ്ട് അങ്ങനെയുള്ളൊരു മൂവ് നടത്താൻ പറ്റും. എന്നാൽ ഡുബോവ് വളരെ സമർത്ഥമായി ഇവിടെ ചെയ്യുന്നത് ബിഷപ്പ് ടേക്സ് പോൺ കളിക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആദ്യമായി വൈറ്റ് ആ ഒരു ഡിസ്കവേർഡ് ചെക്ക് വരുന്നതൊക്കെ ബ്ലാക്ക് ഒഴിവാക്കാൻ വേണ്ടി കിങ് H8ലേക്ക് മാറുന്നു. അപ്പോൾ റൂക്ക് E4 attacking queen with bishop, queen F5. അപ്പോൾ റൂക്ക് തിരിച്ചു വന്ന് E7 കളിക്കുന്നു, അറ്റാക്കിംഗ് പോൺ. അപ്പോൾ ബിഷപ്പും റൂക്കും ഈ ഒരു പോൺ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആകെയുള്ളൊരു ഡിഫെൻസീവ് മൂവാണ് റൂക്ക് G8. അപ്പോൾ ബിഷപ്പ് ടേക്സ് റൂക്ക് കളിക്കുന്നു, റൂക്ക് ടേക്സ് ബിഷപ്പ്. ഈ ഒരു സമയത്ത് പോൺ ടേക്സ് പോൺ കളിക്കുന്നു. ഇനി നമുക്കറിയാം ഈ ഒരു പോൺ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോണാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പോൺ C8 സ്ക്വയറിൽ വന്ന് ക്വീനായി മാറും. പോൺ പ്രൊമോഷൻ എന്ന റൂൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആദ്യമായി ക്വീൻ C2. ഇവിടെ ഒരു ഡബിൾ അറ്റാക്ക് കാണാം. അതായത് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു, അതേപോലെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പും ക്വീനും ഉപയോഗിച്ച് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വൈറ്റ് ഇവിടെ ബിഷപ്പ് E5 കളിക്കുന്നു. ഈ ഒരു പോണിനെ ഒന്നുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്, കിങ് H1, ബിഷപ്പ് ബാക്ക് ടു B6 attacking pawn. ഇവിടെ വൈറ്റ് കളിക്കുന്നത്, വൈറ്റിന് അറിയാം ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് വരുന്നുണ്ട്. ഈ ഒരു പോണിനെ എപ്പോൾ വേണമെങ്കിലും ക്വീനാക്കി മാറ്റാം. അപ്പോൾ ബ്ലാക്കിൻ്റെ പീസുകൾ ഇപ്പോൾ വളരെ ഡിഫെൻസീവ് റോളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂക്ക് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നു, ബിഷപ്പ് ഇവിടെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഡിഫെൻസീവ് റോൾ തന്നെയാണ് ഈ ഒരു ബിഷപ്പിനുള്ളത്, ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. അതേപോലെ ഈ ഒരു ക്വീൻ ഈ ഒരു ലൈൻ വിട്ട് മാറാതെ നിൽക്കുകയാണ്. അപ്പോൾ വൈറ്റ് ഇവിടെ ആദ്യമായി തൻ്റെ കിങ്ങിൻ്റെ ഒരു ബാക്ക് റാങ്ക് മേറ്റ് എന്നുള്ള പ്രോബ്ലം, അതായത് ഇവിടെ എപ്പോഴെങ്കിലും ഈ റൂക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ചെക്ക് വന്നു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ് നടത്തുകയാണ്. ലുഫ്റ്റ് എന്ന് പറയും ഈ ഒരു മൂവിന്. അതായത് അതിന് ചെറിയൊരു സ്പേസ് കൊടുക്കുക കിങ്ങിന്, അതിനുശേഷം അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു മൂവാണിത്. അതേപോലെ ബ്ലാക്കിന് ഇനി പ്രത്യേകിച്ച്
മൂവ്സ് ഇല്ല, എല്ലാ പീസുകളും ഡിഫെൻസീവ് റോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിങ് H7 കളിക്കുന്നു. ഉടനെ വൈറ്റ് ഇവിടെ റൂക്ക് E1 വരികയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം അവസാനത്തെ പീസായ റൂക്കിനെയും ഗെയിമിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്കിന് ഇനി നല്ല മൂവ് ഓർഡേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി പോണിനെ A3 പുഷ് ചെയ്യുന്നു. ഇനി ഈ ഒരു പോണിനെ വെട്ടിമാറ്റിയതിന് ശേഷം പിന്നീട് പറ്റുകയാണെങ്കിൽ പോണിനെ ക്വീനാക്കി പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് ആദ്യമായി തൻ്റെ കിങ്ങിനെ H2 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ ടു G5. അപ്പോൾ നൈറ്റ് D4 അറ്റാക്കിംഗ് ക്വീൻ തിരിച്ച് C4 വരുന്നു, അറ്റാക്കിംഗ് പോൺ. അപ്പോൾ ഈ ഒരു നൈറ്റ് F5. പിന്നെ നമുക്കറിയാം അറ്റാക്ക് ഇവിടെ ഈ ഒരു പോണിലുള്ള അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്വീൻ ടേക്സ് പോൺ. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് വൈറ്റ് കളിക്കുന്നത് റൂക്ക് C1 ഈ ഒരു ഫയൽ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ കിങ് G6 അറ്റാക്കിംഗ് നൈറ്റ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് റൂക്ക് ടേക്സ് പോൺ. അപ്പോൾ കിങ് ടേക്സ് നൈറ്റ്. കാരണം റൂക്കിനെ വെട്ടിമാറ്റാൽ ഉടൻ തന്നെ പോണിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യും ക്വീനായിട്ട്. അതുകൊണ്ട് തന്നെ കിങ് ടേക്സ് നൈറ്റ്. അപ്പോൾ റൂക്ക് ടേക്സ് റൂക്ക്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് ബിഷപ്പ്. ഇവിടെ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് ക്വീൻ ടു B2. അപ്പോൾ റൂക്ക് C5 ചെക്ക്. കിങ് ഇവിടെ E4 വരുന്നു. അപ്പോൾ റൂക്ക് D8 ഈ ഒരു ഫയൽ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ കറിയാക്കിൻ തോൽവി സമ്മതിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് മൂവ് ഒന്നുമില്ല. ഇനി ഫോർ എക്സാമ്പിൾ കിങ്ങിനെ വല്ലതും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉടനെ റൂക്ക് ചെക്ക്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ മാറിക്കഴിഞ്ഞാൽ റൂക്ക് ചെക്ക്, റൂക്ക് F8 ചെക്ക് ചെക്ക് മേറ്റാണ്. അപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് മൂവ് ഓർഡർ നടത്തിക്കൊണ്ട് ഡുബോവ് ഈ ഒരു ഗെയിമിൽ സെർജി കറിയാക്കിനെ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ്. ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നമുക്കിതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.